ഹായ് ഓൾ വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നൊരു മോർണിംഗ് റുട്ടീനാണ് കേട്ടോ ഞാൻ കാണിക്കുന്നത്. അപ്പോൾ ദേ രാവിലെ ഏകദേശം ഒരു 5:30 എഴുന്നേറ്റിട്ടുണ്ടായിരുന്നു. പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് അത് പുറത്ത് കുറച്ച് നേരം ബാൽക്കണിയിലൊക്കെ നിന്നിട്ട് പത്രമൊക്കെ എടുത്ത് വെച്ചു. പിന്നെ അത് കഴിഞ്ഞിട്ട് ദേ കിച്ചണിലോട്ട് ഞാൻ വന്നിട്ടുണ്ട്. ഇന്നിപ്പോൾ മക്കൾക്ക് സ്കൂളുള്ള ദിവസമാണ്. അപ്പോൾ അവർക്ക് ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചൊക്കെ റെഡിയാക്കി കൊടുക്കണം. അപ്പോൾ ഇന്നിപ്പോൾ ദേ ബ്രേക്ക്ഫാസ്റ്റ് തന്നെയാണ് കേട്ടോ സ്കൂളിലും കൊടുത്തേക്കുന്നത്. ലഞ്ചിന് ഞാൻ അപ്പോൾ തലേദിവസം ഞാൻ വെള്ളത്തിൽ കുതിർക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മുടെ വെള്ളക്കടല. അപ്പോൾ അത് വെച്ചിട്ടുള്ളൊരു റെസിപ്പിയാണ് ഇന്ന് ഉണ്ടാക്കുന്നത്. നമ്മൾ ബട്ടർ മസാല ഉണ്ടല്ലോ, ചന വെച്ചിട്ട് ചെയ്യുന്നത്, നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് അത്. പിന്നെ അതിൻ്റെ കൂടെ പൂരിയാണ് ഉണ്ടാക്കുന്നത്. പൂരിയും ഈ ബട്ടർ മസാലയും നല്ല ടേസ്റ്റാണ് കേട്ടോ. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ ഈ ഒരു രീതിയിൽ. അപ്പോൾ ഞാൻ പൂരിക്ക് ആട്ടമാവ് തന്നെയാണ് എടുക്കുന്നത്. പിന്നെ ഒരു 2 സ്പൂൺ അതിൻ്റെ കൂടെ തന്നെ കുറച്ച് ക്രിസ്പി ആവാൻ വേണ്ടിയിട്ട് നമ്മുടെ റവ ഉണ്ടല്ലോ അതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഉപ്പിട്ട് കൊടുക്കും. നോർമൽ നമ്മൾ തണുത്ത വെള്ളത്തിൽ തന്നെയാണ് കുഴച്ചെടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത് മാവൊക്കെ നല്ലപോലെ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കറിയിലേക്കുള്ള മസാലയൊക്കെ തയ്യാറാക്കാം കേട്ടോ. ഇതിപ്പോൾ ബട്ടർ മസാലയ്ക്കുള്ളതാണ്. തക്കാളി അരിഞ്ഞെടുത്തിട്ടുണ്ട്, 2 മുഴുവൻ തക്കാളിയും, പിന്നെ ജീരകം, അതിൻ്റെ കൂടെ തന്നെ വെളുത്തുള്ളി, പച്ചമുളക്, ഇത്രയും കുറച്ച് കാഷ്യൂനട്ടും കൂടെ ഇട്ടിട്ട് നല്ലപോലെ മിക്സിയിൽ അരിച്ചെടുക്കും കേട്ടോ ഇത്. ഇനിയിപ്പോൾ ഇത് പാന് ചൂടാക്കിയിട്ടുണ്ട്. അതിലേക്ക് 1 ക്യൂബ് ബട്ടർ ഇട്ട് കൊടുത്തു. പിന്നെ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ട് നമ്മൾ ഒരു സവാള അരിഞ്ഞതാണ് അതിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ പൊടികളെല്ലാം ഇട്ട് കൊടുക്കും. മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഗരം മസാല ഇത്രയിട്ട് ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുത്തിട്ട് നമ്മൾ അരച്ച കൂട്ടും കൂടെ ഒഴിച്ച് നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കുക. പിന്നെ ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന കടല ഉണ്ടല്ലോ അതും ഇട്ട് ചെറിയ സിമ്മിലൊന്ന് കുക്ക് ചെയ്തെടുക്കുക. പിന്നെ ലാസ്റ്റ് അതിലേക്ക് കുറച്ച് കസൂരി മേത്തി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഫ്രഷ് ക്രീം ഉണ്ടെങ്കിൽ ഫ്രഷ് ക്രീമും കുറച്ച് ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇല്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല, നല്ല ടേസ്റ്റാണ് കേട്ടോ ഇങ്ങനെ തന്നെ കഴിക്കാൻ. പിന്നെ ഇത് പൂരിയൊക്കെ പൊരിച്ചെടുക്കുന്നുണ്ട്. ഞാൻ വെളിച്ചെണ്ണയിൽ തന്നെയാണ് കേട്ടോ പൂരിയൊക്കെ പൊരിച്ചെടുക്കുന്നത്. നമ്മളിതുപോലെ തയ്യാറാക്കി കഴിഞ്ഞാൽ നല്ല പൊള്ളി വരുന്ന പൂരി കിട്ടുമേ. നമ്മൾ മൈദയൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല, ഗോതമ്പ് മാവിൽ തന്നെ ഇങ്ങനെ ആക്കിയെടുക്കാം കേട്ടോ. ഇനിയിപ്പോൾ മോൾക്കുള്ള രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കുകയാണ്. ഒരാൾ ആദ്യം പോവും, അത് കഴിഞ്ഞിട്ടാണ് കേട്ടോ മറ്റേ ആളും പോകുന്നത്. അപ്പോൾ അത് കടലെടുത്ത് ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ കോമ്പിനേഷനായിട്ട് ഞാൻ നമ്മുടെ കുക്കുംബർ ഉണ്ടല്ലോ, സാലഡ് കുക്കുംബറും, പിന്നെ അതിൻ്റെ കൂടെ കുറച്ച് സവാളയും കൂടെ അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കുക. ഇത് നല്ല ടേസ്റ്റാണ്. നാരങ്ങ നീര് പിഴിഞ്ഞാലും നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇങ്ങനെ കഴിക്കുമ്പോൾ നമുക്ക് ആ പൂരിയുടെ മടുപ്പൊന്നും ഉണ്ടാവത്തില്ല. ഒരു നോർത്ത് ഇന്ത്യൻ ഫീലൊക്കെ വരും കേട്ടോ അത് കഴിക്കുമ്പോൾ. ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടോ, കുട്ടികൾക്ക് അവർക്കൊക്കെ ഇഷ്ടമാവും. സ്കൂളിൽ കൊടുത്തേക്കുന്നത് ഞാനിങ്ങനെ തന്നെയാണ് കേട്ടോ. ഇപ്പോഴത്തെ മോള് വന്നിരുന്ന് കഴിക്കുന്നുണ്ട്. പിന്നെ ലഞ്ചിലേക്ക് ഞാൻ പൂരിയാണല്ലോ വെച്ച് കൊടുക്കുന്നത്. 2 പേർക്കും ഒരേപോലെ തന്നെയാണ് കേട്ടോ ആക്കി കൊടുക്കുന്നത്.
ഇനിയിപ്പോൾ ദേ മോൾക്ക് ബസ് വരാൻ സമയമായി, അവൾ ഇറങ്ങിയിട്ടുണ്ട് ഒരാൾ. പിന്നെ ബസ്സൊക്കെ പോയതിന് ശേഷം ഞാൻ അകത്തോട്ട് വരും. പിന്നെ അടുത്തത് രണ്ടാമത്തെ മൂത്ത ആളും ഉടനെ തന്നെ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. അവൾക്കും രണ്ടുപേരും ഒരു 10-15 മിനിറ്റ് ഡിഫറൻസിലാണ് കേട്ടോ പോകുന്നത്. പിന്നെ അവരൊക്കെ പോയി കഴിഞ്ഞതിന് ശേഷം പിന്നെ ടേബിളിൽ അവർ കഴിച്ച ഫുഡിൻ്റെ ഇതൊക്കെ ഉണ്ടാവുമല്ലോ, അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് വെക്കും. അപ്പോൾ തന്നെ അതങ്ങ് ക്ലീൻ ചെയ്തെടുക്കും കേട്ടോ. പിന്നെ ഞങ്ങൾ കഴിച്ചാൽ മതിയല്ലോ, കുറച്ചും കൂടെ അല്ലേ കഴിഞ്ഞ് മക്കളൊക്കെ കോളേജിലൊക്കെ കൊണ്ടാക്കി വന്നിട്ടാണ് കേട്ടോ പിന്നെ ഫുഡൊക്കെ കഴിക്കുന്നത്. അവർ പോയി കഴിയുമ്പോൾ തന്നെ ഏകദേശം കിച്ചണൊക്കെ നല്ല മെസ്സിയായി കിടപ്പുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഇതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കണം. അപ്പോൾ ഇത് ക്ലീനിങ്ങൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി കുറച്ചും കൂടെ കഴിഞ്ഞതിന് ശേഷം മാത്രമാണ് കേട്ടോ ലഞ്ചിനുള്ള പ്രിപ്പറേഷൻസ് സ്റ്റാർട്ട് ചെയ്യുക. ആദ്യം മോർണിംഗ് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ക്ലീനിങ്ങൊക്കെ കഴിഞ്ഞിട്ട് കുറച്ച് റെസ്റ്റൊക്കെ എടുത്തിട്ടാണ് കേട്ടോ പിന്നെ ലഞ്ചിൻ്റെത്. ചില ദിവസങ്ങളിൽ ലഞ്ച് കൊടുത്തേക്കാണെങ്കിൽ അങ്ങനെ ചെയ്യും കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ കാണാം. ഓക്കെ, ബൈ.